ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോകൾക്ക് വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പല ന്യൂ യൂട്യൂബേഴ്സിന്റെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നമ്മൾ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായി പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ യൂട്യൂബ് വഴിയാണ് നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറില്ലെങ്കിൽ അത് മാറ്റിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്ത് നോക്കുക. യൂട്യൂബിനേക്കാളും കുറച്ചധികം ഫീച്ചേഴ്സ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാല് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കും. അതിനകത്തും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും അവിടെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ അതേപോലെ തന്നെ തമ്പനെയിലൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മലയാളത്തിൽ കൊടുക്കുക, പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കുക. ഓക്കെ, തമ്പനെയിലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് കൊടുക്കുക. അപ്പൊ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോയിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റിലായിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ യൂട്യൂബ് ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ടൈറ്റിലായിട്ട് കൊടുത്തു കഴിഞ്ഞാല് യൂട്യൂബ് നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് തരുന്നതാണ്. അപ്പൊ ഇതാണ് അവരുടെ പുതിയൊരു പോളിസി. അപ്പോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈറ്റിലിൽ കൊടുക്കുക. ആദ്യം മലയാളത്തിൽ കൊടുക്കുക, പിന്നെ ഇംഗ്ലീഷിൽ കൊടുക്കുക. അതേപോലെ തന്നെ ആ ടൈറ്റിൽ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോയെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്ന് വിവരിക്കുക. കുറച്ച് ലെങ്ത് വിവരിച്ചാൽ മതി. ഒരു മീഡിയം ലെവൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് നിങ്ങളുടെ ആ വീഡിയോയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹാഷ്ടാഗുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങളുടെ ചാനലിന്റെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നിടത്ത് തന്നെ ആഡ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പോ യൂട്യൂബില് വേറെ വല്ല പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആഡ് ടു പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റുകളെല്ലാം അവിടെ കാണിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റിലേക്ക് ഈ ഒരു വീഡിയോ നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് കാണിക്കും. അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ടും ആ ഒരു പ്ലേലിസ്റ്റ് പ്ലേ ചെയ്ത് നോക്കും. അതിൽ ഓരോ വീഡിയോസും അവർ പ്ലേ ചെയ്ത് നോക്കും. അപ്പൊ ഇങ്ങനെയും നിങ്ങളുടെ വീഡിയോകൾക്ക് വ്യൂസ് കൂട്ടാവുന്നതാണ്. ഓക്കെ, ആഡ് ടു പ്ലേലിസ്റ്റിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾക്ക് വ്യൂസ് കൂട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ ആഡ് ടു ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോകൾക്ക് ടാഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാല് ആ ടാഗുകൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ യൂട്യൂബ് കാണിച്ചു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കും, നമുക്ക് അതിന്റെ വ്യൂസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ടാഗുകൾ എങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ എന്തിനൊക്കെ പറ്റിയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്തിനൊക്കെ പറ്റിയാണോ ആ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ മംഗ്ലീഷിലോ ഒക്കെ എന്ത് ചെയ്യുക, ടാഗ് ആയിട്ട് കൊടുക്കുക. പിന്നെ ടാഗ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പൊ ടാഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോന്റെ വിസിബിലിറ്റി എന്താക്കുക, അൺലിസ്റ്റഡ് ആയി സെറ്റ് ചെയ്യുക. ഇത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ അത് കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ പറ്റിയ അടുത്തൊരു ഫീച്ചറാണ്
എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ എൻഡ് സ്ക്രീന് നമ്മുടെ ക്രോമിലുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇനി അടുത്തത് അതേ ക്രോം ബ്രൗസറിലുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്യേണ്ട അടുത്തൊരു സെറ്റിംഗ്സ് ആണ്. അപ്പൊ അതും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, സൂപ്പർ താങ്ക്സ് ചെയ്യാൻ കഴിവുള്ളവരൊന്ന് സൂപ്പർ താങ്ക്സ് ചെയ്യുക. കാരണം വളരെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ കഴിയുന്ന എല്ലാവരും ഒന്ന് സൂപ്പർ താങ്ക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല, കഴിയുന്നവർ മാത്രം ചെയ്യുക. അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.